കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഖിലകക്ഷി സമ്മേളനമാണ് ഇവിടെ നടന്നത്. ഗവൺമെൻറ്റിൻ്റെ ക്ഷണം സ്വീകരിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഉന്നതരായ നേതാക്കളും പ്രതിപക്ഷ നേതാവും അതിൽ പങ്കെടുത്തു. എല്ലാവരും ഈ ചുരുങ്ങിയ സമയത്ത് നോട്ടീസിന് വന്നതിന് ഗവൺമെൻറ്റിന് വളരെയധികം സന്തോഷമുണ്ട്. വന്നതിനേക്കാൾ കൂടുതൽ എല്ലാവരും പ്രായോഗികമായിട്ടുള്ള ഒരു സമീപനമാണ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതുവായ ഒരു പ്രശ്നം, പരിഹാരം കണ്ടെത്തേണ്ട ഒരു പ്രശ്നം എന്ന നിലയിലുള്ള ഒരു സമീപനമാണ് എടുത്തത്. ഇങ്ങനൊരു കോൺഫറൻസ് വിളിച്ചതിനെ അവരെല്ലാവരും ഗവൺമെൻറ്റിനെ അഭിനന്ദിച്ചു. ഗവൺമെൻറ്റിൻ്റെ ഒരു ജനാധിപത്യപരമായ ഒരു സമീപനത്തിൻ്റെ, സുതാര്യമായ ഒരു സമീപനത്തിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാവരുമായി ചർച്ച ചെയ്ത് എല്ലാവരുടെയും കൂടി കഴിയുന്നത്ര ഒരു സമവായത്തോടു കൂടി ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് തീരുമാനമായിട്ടുള്ളത്. 3 കാര്യത്തിൽ എല്ലാവരും ഒരുപോലെ യോജിച്ച 3 പൊതുവായ കാര്യങ്ങൾ. ആ 3 പൊതുവായ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പിന്നെ ചർച്ച ചെയ്ത് ഓരോരോ കാര്യങ്ങൾ തീരുമാനമെടുത്തത്. ഒന്ന്, ഗവൺമെൻറ്റിൻ്റെ വിലപ്പെട്ട ഭൂമി കയ്യേറിയിട്ടുള്ളവരെ നിർബന്ധമായും ഇറക്കണം. അതിനകത്ത് എല്ലാവരും ഒരേ ശബ്ദം, എല്ലാവരും അതിനോട് യോജിച്ചു. രണ്ടാമത്തത്, ഈ കയ്യേറ്റവും കുടിയേറ്റവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുത്. കയ്യേറ്റം വലിയ വിലയുള്ള ഭൂമി കച്ചവട ലാക്കോടുകൂടി കയ്യേറുക. കുടിയേറ്റം ഓരോ കാലങ്ങളിൽ അത് ഗവൺമെൻറ് അറിഞ്ഞും പ്രോത്സാഹിപ്പിച്ചും ഒക്കെ കൃഷി ചെയ്ത് നമ്മുടെ നാടിന് സമ്പത്തുണ്ടാക്കാൻ വേണ്ടി കയറിയിട്ടുള്ളവരാണ്. അപ്പോൾ കയ്യേറ്റവും കുടിയേറ്റവും രണ്ടും രണ്ടാണ്. മൂന്നാമത്തത്, മൂന്നാറിൽ പ്രത്യേകിച്ച് ഇടുക്കി പൊതുവെ ഈ കാര്യത്തിലൊക്കെ ഒരു വ്യക്തത ഉണ്ടാക്കണം. എല്ലാ കാര്യത്തിലും ഒരു വ്യക്തത ഉണ്ടാക്കണം. സർവേ പൂർത്തിയാകുന്നില്ല, അർഹിക്കുന്നവർക്ക് പട്ടയം കൊടുക്കാൻ പറ്റുന്നില്ല, അവിടെ താമസിക്കുന്നവർക്ക് സ്വന്തമായി തലമുറകളായി താമസിക്കുന്നവർക്ക് പോലും അവരുടെ ആദായം, അവരുടെ നട്ടുവളർത്തിയ മരങ്ങൾ മുറിക്കാൻ പറ്റുന്നില്ല, അവർക്കൊരു വീട് വെക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലാ കാര്യത്തിലും ഒരു അവ്യക്തത ഉണ്ട്, അത് മാറ്റണം. അപ്പോൾ ഈ 3 കാര്യങ്ങളിൽ എല്ലാവരും യോജിച്ചു. അത് തന്നെ കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കണം എന്നുള്ളത് അഭിപ്രായം പറഞ്ഞവരെല്ലാം മറ്റൊരു അഭിപ്രായം പറഞ്ഞു. അങ്ങനെ ഒഴിപ്പിക്കുന്ന സമയത്ത് തലയായിക്കാൻ ഒരിടമില്ലാതെ, മറ്റൊരു മാർഗവും ഇല്ലാതെ വന്ന് കയറിയിട്ടുള്ളവരുടെ കാര്യത്തിൽ, അത് കച്ചവട ലാക്കോടുകൂടി അല്ലാതെ ഒരു വീടിന് വേണ്ടി കയറിയിട്ടുള്ള ആളുകളുടെ കാര്യത്തിൽ ഒരു ഉദാരമായ, ഒരു വിശാലമായ ഒരു സമീപനം എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു പൊതുവായ സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇന്നത്തെ കാര്യങ്ങൾ സംബന്ധിച്ചിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് കടന്നിട്ടുള്ളത്. അത് സംബന്ധിച്ച് ഞങ്ങൾ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 3 കാര്യങ്ങൾ ആയിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് എടുത്തു. എല്ലാ തീരുമാനങ്ങളും ഐക്യകണ്ഠേനയായിരുന്നു. അതനുസരിച്ച് കയ്യേറ്റക്കാർ ഇറങ്ങിപ്പോകണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ഈ ഓൾ പാർട്ടി മീറ്റിങ്ങിൻ്റെ വകയായി ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതൊരു കൂട്ടായ ഒരു റിക്വസ്റ്റാണ്. ആവശ്യമായ രേഖകളില്ലാതെ ഗവൺമെൻറ്റിൻ്റെ ഭൂമി കയ്യേറിയിട്ടുള്ളവർ, ഗവൺമെൻറ് ഭൂമി എന്ന് പറയുമ്പോൾ റവന്യൂ ഭൂമി വരും, വനഭൂമി വരും, മറ്റ് ഗവൺമെൻറ് സ്ഥാപനങ്ങളുടെ ഭൂമി വരും, 2 ആഴ്ചയ്ക്കകം ഇറങ്ങിപ്പോകണം. അങ്ങനെ ഇറങ്ങിപ്പോകുന്നില്ലെങ്കിൽ അങ്ങനെയുള്ളവരെ ആ ഭൂമിയിൽ നിന്ന് ഇറക്കും.
നിയമപരമായ നടപടി മാത്രമേ സ്വീകരിക്കത്തുള്ളൂ. ഒരു നശീകരണം ഉണ്ടാകരുത് എല്ലാവരും ആവശ്യപ്പെട്ടു. നിയമപരമായ നടപടികൾ. അപ്പം നടപടികൾ ശക്തമായിരിക്കും, പക്ഷേ ആ നടപടികളെല്ലാം നിയമപരമായിരിക്കും, സമാധാനപരമായിരിക്കും. ഇങ്ങനെ ചെയ്യുന്ന അവസരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒന്നൊരു വീട് വെക്കാൻ വേണ്ടി കയറിയിട്ടുള്ളവർ, പിന്നെ അവിടെ ചിന്നക്കനാൽ പോലുള്ള പ്രദേശത്ത് ആദിവാസികൾ കയറിയിട്ടുണ്ട്. ആദിവാസികൾക്ക് ഭൂമി കിട്ടാൻ അവകാശമുള്ളവരാണ്. പക്ഷെ അവർക്ക് അവിടെ തന്നെ കൊടുക്കാൻ ഗവൺമെൻറ്റിന് സാധിക്കാതെ വന്നാൽ, ഇപ്പം ചിന്നക്കനാലിൽ ആദിവാസികൾ കയറിയ ഭൂമി അവർക്ക് അവിടെ കൊടുക്കാൻ സാധിക്കില്ല. അങ്ങനെ ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് ആദിവാസികൾക്ക് അവരെ അവിടുന്ന് മാറ്റുന്നത് ഇന്നവർ അവിടെ ഒരു ഓല കെട്ടിയ പുരയിൽ ഒരു ടെർപ്പോൾ വലിച്ചു വെച്ചൊക്കെയാണ് ഈ കാറ്റത്തും മഴയത്തും തണുപ്പത്തും എല്ലാം കഴിയുന്നത്. അതിനേക്കാൾ മെച്ചപ്പെട്ട സ്ഥലങ്ങളിലേക്ക് അവരെ മാറ്റും. അവർക്ക് സ്ഥിരമായി ഭൂമി കൊടുക്കുന്നത് വരെ അവർക്ക് ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കും. അതിനുവേണ്ടി എന്ത് ചെലവ് വന്നാലും ഗവൺമെൻറ്റിൻ്റെ ഭൂമി സംരക്ഷിക്കുക. പക്ഷേ അതേ സമയത്ത് അങ്ങേയറ്റം മനുഷ്യത്വപരമായ ഒരു സമീപനമേ സ്വീകരിക്കത്തുള്ളൂ. ഈ മനുഷ്യത്വപരമായ സമീപനം അർഹിക്കുന്നവർക്ക്, മറ്റുള്ളവർക്കൊരു ദാക്ഷിണ്യമില്ല, അവരോട് നമ്മൾ നിയമപരമായ നടപടിയെ സ്വീകരിക്കത്തുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് സംരക്ഷണമൊന്നുമില്ല. അക്കാര്യത്തിൽ ഇന്നത്തെ യോഗം ഉറച്ച അഭിപ്രായമാണ്. പക്ഷേ മനുഷ്യത്വപരമായ സമീപനം വേണം എന്ന് പറഞ്ഞിട്ടുള്ളവർ, ആദിവാസികളടക്കം ഉള്ളവർക്ക്, അവരെ അവിടുന്ന് മാറ്റുന്നത് അവർക്ക് കൂടുതൽ ഇന്ന് താമസിക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ അവർക്ക് കൊടുത്തിട്ട് അവർക്ക് പകരം ഭൂമി കൊടുത്ത് അവരെ അവിടുന്ന് മാറ്റുന്നത് വരെ അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കും. ഇതാണ് കുടിയിറക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇതായിട്ടുള്ള തീരുമാനം. മറ്റ് കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, വ്യക്തത ഉണ്ടാക്കണം. അതുപോലെ തന്നെ എന്നുള്ള കാര്യങ്ങളിൽ കർഷകരെ അവർക്ക് അവർക്ക് വേണ്ട സംരക്ഷണം കൊടുക്കണം എന്നൊക്കെ ഉള്ള പറഞ്ഞതിനെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തു. അവിടെയുള്ള ഒരു പ്രശ്നം, കുത്തക പാട്ട ഭൂമി പാട്ട കാലാവധി കഴിഞ്ഞതിനെ തുടർന്നൊരു അനിശ്ചിതത്വം നിൽക്കുക. അപ്പോൾ അതെന്ത് വേണം എന്ന് ഞങ്ങൾ പൊതുവായിട്ട് ആലോചിച്ചു. ഇന്നുണ്ടായ യോഗത്തിൻ്റെ ഐകകണ്ഠേനയുള്ള തീരുമാനം, അത് ചില നിബന്ധനകൾക്ക്, വ്യവസ്ഥകൾക്ക് വിധേയമായി കുത്തകപ്പാട്ട നീട്ടിക്കൊടുക്കണം. കർഷകരുടെ ഏറ്റവും വലിയൊരു ആവശ്യമായിരുന്നു. ആ ആവശ്യം അംഗീകരിക്കുന്നു. പാട്ടത്തുക കൂട്ടും. ഏലകൃഷി തന്നെ അവിടെ നടത്തണം. ഈ കുത്തകപ്പാട്ടം കൊടുത്തിരിക്കുന്ന ഏലകൃഷി നടത്താൻ വേണ്ടിയാണ്. മറ്റൊരാവശ്യത്തിനും അത് മാറ്റിയെടുക്കാൻ പറ്റില്ല. അത് ഏലകൃഷി തന്നെ നടത്തണം. ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് നിലവിലുള്ള അസൈൻമെൻറ്റ് ആക്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ലാൻഡ് അസൈൻമെൻറ്റ് ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ. പിന്നെ ഒരു വലിയ ഈഫുണ്ട്, ഇവരൊക്കെ അർഹതപ്പെട്ടവരായിരിക്കണം. ഏതെങ്കിലും വ്യാജപ്പട്ടയോ മറ്റു കാര്യങ്ങളോ വെച്ചിട്ടോ ആർക്കെങ്കിൽ അവർക്ക് നീട്ടിക്കൊടുക്കത്തില്ല, സംശയമില്ല. പക്ഷേ യഥാർത്ഥ കർഷകൻ, അവർ ആ ഭൂമിക്ക് ഗവൺമെൻറ്റിൻ്റെ ഇന്നത്തെ നിയമമനുസരിച്ച് അർഹതയുണ്ടെങ്കിൽ അവർക്ക് അത് കൊടുത്തിരിക്കും. 1/1/77 മുമ്പുള്ള കൈവശക്കാർക്ക് മുഴുവൻ പേർക്കും പട്ടയം കൊടുക്കും എന്ന്
നമ്മൾ തീരുമാനമെടുത്തു. ശ്രീ A.K. ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് ആ തീരുമാനമെടുത്തത്. അതിനുശേഷം മാറി മാറി വന്ന എല്ലാ ഗവൺമെൻറ്റുകളും അത് അംഗീകരിച്ചിട്ടുണ്ട്. ഞാനൊരു ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തുകയല്ല. ധാരാളം പ്രായോഗിക നിയമ പ്രശ്നങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമുക്കിന്നും ലക്ഷ്യത്തിലെത്താൻ സാധിച്ചിട്ടില്ല. ഇത് മൂന്നാറിൽ മാത്രമല്ല, ഇടുക്കി ജില്ലയിലാകെ, പ്രത്യേകിച്ച് ദേവികുളം, ഉടുമ്പൻചോല താലൂക്കുകളിൽ ഏറ്റവും ഗുരുതരമായ പ്രശ്നമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇവർക്കെല്ലാം ഉള്ള പട്ടയം സമയബന്ധിതമായിട്ട് കൊടുത്തു തീർക്കും. ഗവൺമെൻറ് ആ കാര്യത്തിൽ ഇച്ഛാശക്തിയോടുകൂടി നീങ്ങുകയാണ്. അതിന് എന്തൊക്കെ സൗകര്യങ്ങൾ വേണോ അതെല്ലാം ഗവൺമെൻറ്, പിന്നെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സഹായം വേണോ അതെല്ലാം റവന്യൂ മന്ത്രിക്ക് ഇവിടെ വെച്ച് തന്നെ വാഗ്ദാനം ചെയ്തിരിക്കുക. മറ്റൊന്ന് അവിടുത്തെ സർവേ പൂർത്തിയാകുന്നില്ല, നീണ്ടുപോവുക. ഇതുകൊണ്ട് വളരെയേറെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുക. അതുകൊണ്ട് സർവേയും ഇതുപോലെ തന്നെ സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കാൻ ആണ് തീരുമാനം. അത് ISRO ആയിട്ടോ നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻറ്ററുമായിട്ടോ ബന്ധപ്പെട്ട് അവരുടെ സാങ്കേതിക സഹായം കൂടി വാങ്ങി അവരുടെ പങ്കാളിത്തത്തോടു കൂടി 2 വർഷം കൊണ്ട് സർവേ പൂർത്തിയാക്കാനാണ് തീരുമാനം. അപ്പോൾ ഈ സർവേ പൂർത്തിയാകാത്തത് കൊണ്ട് അവിടെ വരുന്ന ഒരു പ്രധാനപ്പെട്ട ബുദ്ധിമുട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചൂണ്ടിക്കാണിച്ചു. അത് വളരെ ശരിയാണെന്ന് തോന്നി. കാരണം വീട് വെക്കാനൊന്നും ഇപ്പോൾ ആരെയും അനുവദിക്കുന്നില്ല. ഇപ്പോൾ IAY, EMS പാർപ്പിട പദ്ധതി, പിന്നെ മറ്റ് ഭവന പരിപാടികൾ ഇതൊക്കെ വെച്ചിരിക്കുക. അപ്പോൾ അതിന് അനുവാദം കൊടുക്കുന്നില്ല. ഇപ്പോൾ ഈ സർവേ 2 കൊല്ലം കൊണ്ട് പൂർത്തിയാകും, അത് കഴിഞ്ഞ് ഇതാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ന് തലയായിക്കാൻ ഒരു ഇടമില്ലാത്ത ഒരാളിനോട് ഒരു ഗവൺമെൻറ്റിന് അത് പറയാനൊക്കത്തില്ല. അതുകൊണ്ട് എല്ലാ സാങ്കേതികവും വശങ്ങളും മാറ്റിവെച്ചുകൊണ്ട് അവർക്ക് അനുമതി കൊടുക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ അനന്തര നടപടികൾ റവന്യൂ മന്ത്രി റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ആലോചിച്ച് അവിടുത്തെ കളക്ടർക്ക് നിർദ്ദേശം കൊടുക്കുന്നതാണ്. മറ്റൊരു കാര്യം ഇന്ന് ഇവർ ചൂണ്ടിക്കാണിച്ചത്, ഈ കൃഷിക്കാരുടെ സ്വന്തം ഭൂമിയിൽ നിൽക്കുന്ന മരം വെട്ടിയെടുക്കാൻ ഉദ്യോഗസ്ഥർ സമ്മതിക്കുന്നില്ല എന്ന കാര്യമാണ് പറഞ്ഞത്. അതിനവർ അവിടുത്തെ RDOയുടെ ഒരു ഉത്തരവൊക്കെ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ഇവിടുന്ന് വെരിഫൈ ചെയ്തപ്പോൾ ആ ഉത്തരവ് ഗവൺമെൻറ് ഭൂമിയിലെ അല്ലെങ്കിൽ വനഭൂമിയിലെ വൃക്ഷങ്ങൾ വെട്ടുന്നതിന് മാത്രമേ തടസ്സമുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും ഇത് നേരത്തെ വനം വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് കൊണ്ട് അദ്ദേഹം കൊടുത്ത നോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ ഗവർണറുടെ സ്പീച്ചിൽ തന്നെ അത് വന്നിട്ടുണ്ട്. സ്വകാര്യ ഭൂമിയിൽ മരം വളർത്തൽ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി പതിച്ചു കിട്ടിയ വനഭൂമിയിൽ പട്ടയമുള്ളവർക്ക് അങ്ങനെയുള്ള ഭൂമിയിൽ അവർ വെച്ചുപിടിപ്പിച്ച വൃക്ഷങ്ങളുടെ വിളവെടുപ്പ് അനുവദിക്കുന്നതാണ്. തേക്ക, ഈട്ടി അതുപോലുള്ള മരങ്ങൾ പിന്നെ അനുവദിക്കുന്നില്ല, വെച്ചുപിടിപ്പിച്ച മരങ്ങൾ എന്നുള്ള നിലയിലാണ്. ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ മൂന്നാറിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണം എന്നുള്ള അഭിപ്രായമാണ് ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ ആളുകളും പ്രകടിപ്പിച്ചത്. അത് റവന്യൂ മന്ത്രിയെ ചുമതലപ്പെടുത്തിയിരിക്കുക. ആധുനിക മൂന്നാർ, എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള, പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു പുതിയ മൂന്നാർ. അപ്പോൾ അതിനു വേണ്ടിയിട്ടൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുക. അപ്പോൾ ഇതിനോടകം തന്നെ ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പരിശോധിക്കും. അതിനകത്ത് ഈ മൊത്തം പരിസ്ഥിതി അടിസ്ഥാന സൗകര്യങ്ങളുടെ വർധനവും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണെങ്കിൽ അതായിരിക്കും സ്വീകരിക്കുക. അതല്ലെങ്കിൽ ഏറ്റവും സമർത്ഥരായിട്ടുള്ള ആരെയെങ്കിലും ചുമതലപ്പെടുത്തി വളരെ വേഗത്തിൽ മൂന്നാറിൻ്റെ ഒരു ശരിയായ വികസനത്തിന് സാധ്യമായ രീതിയിലുള്ള ഒരു മാസ്റ്റർ പ്ലാൻ കൊണ്ടുവരിക. ഒരു മൂന്നാർ കൺസർവേഷൻ അതോറിറ്റി വേണമെന്നാണ് ആ നിർദ്ദേശം ഇടുക്കിയുടെ MP ശ്രീ PT തോമസ് ഉന്നയിച്ചു. ബാക്കിയുള്ളവരെല്ലാം ആ ആവശ്യത്തോട് യോജിച്ചു. അപ്പോൾ ഒരു മൂന്നാർ കൺസർവേഷൻ അതോറിറ്റി, ഈ മാസ്റ്റർ പ്ലാനിന് ശേഷം അങ്ങനെ ഒരു അതോറിറ്റിയെക്കുറിച്ച് ചിന്തിക്കുക. ഇപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു ഓർഡിനൻസ് ഉണ്ട്.
നിയമമാക്കിയില്ല, ഓർഡിനൻസ് ഉണ്ട്. ആ ഓർഡിനൻസ് തുടർന്ന് നിയമം ആയിട്ട് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഒന്നുകൂടെ ഞങ്ങൾ പരിശോധിക്കും. അതിനകത്ത് ഇപ്പം ഈ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇപ്പം പുതിയ മാസ്റ്റർ പ്ലാൻ വരുന്നു, പുതിയ കൺസർവേഷൻ അതോറിറ്റി വരുന്നു. ആ സാഹചര്യത്തിൽ ഇത് കൂടുതൽ കുറേ കൂടി വിപുലീകരിക്കണമെങ്കിൽ ഓർഡിനൻസിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തും. ഏതായാലും കഴിഞ്ഞ ഗവൺമെൻറ് കൊണ്ടുവന്ന ഓർഡിനൻസുമായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. അതിനകത്ത് കൂടുതൽ മാറ്റങ്ങൾ വേണോ വേണ്ടയോ എന്നുള്ളത് റവന്യൂ മിനിസ്റ്റർ ആലോചിച്ചിട്ട് മുമ്പോട്ട് വരും.